അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ VFAയ്ക്കും LDCക്കും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എല്ലാവരും ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഷോർട്സിലൊക്കെ കറണ്ട് അഫയേഴ്സും പിന്നെ അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം അല്ലേ. ഇത് 2025 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാണ്ട് പോകരുത് കേട്ടോ എക്സാമിന്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ ഞാൻ ചോദ്യം വായിക്കും, അപ്പോൾ നിങ്ങളത് എഴുതുക കേട്ടോ. അത് പോസ് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഒരു ബുക്കും പേനയും വയ്ക്കുക. എന്നിട്ട് ഇത് അവസാനം നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോറാണ് അല്ലേ, ലാഹോർ. അടുത്തത്, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിലെയാണ് കേട്ടോ, ഇറയിലെ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് ഏത്? മലബാർ. അടുത്തത്, ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EM ശങ്കരൻ നമ്പൂതിരിയിലെ EMS അല്ലേ. അടുത്തത്, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യ സമാജം അല്ലേ, ആര്യ സമാജം കേട്ടോ. അടുത്തത്, 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇല്ല. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന? ഇതിൽ ഏതാണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. എന്താണ്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ് അല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് B ആണ് കേട്ടോ കറക്റ്റ് ആൻസർ B ആണ്. അതേപോലെ A ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശമാണ് 97°25' കിഴക്ക് കേട്ടോ. അടുത്തത്, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ്? 10D ആണ്, സിന്ധു ആണ് കേട്ടോ. 10D. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു ആണ് കേട്ടോ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഇതിലേതാണെന്നാണ് പറയുന്നത്? ഏതാണ്? ബഗ്ലിഹാർ ആണ് കേട്ടോ. ആൻസർ ബഗ്ലിഹാർ ആണ്. അടുത്തത്, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഇതിലേതാണെന്നാണ് ചോദിച്ചത്. 12 ഏതാണ്? D ജീവനാണ് കേട്ടോ. വേതന തൊഴിൽ പദ്ധതി പറയുന്നത് ജീവനാണ് കേട്ടോ. അടുത്തത്, ഈ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിലാണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ് ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ ദിവസ വേതനക്കാർ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അടുത്തത്, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ്?
ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ് കേട്ടോ. സുസ്ഥിര വികസനം ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. അടുത്തത്, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘടനകൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. ഇങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരി കേട്ടോ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് കേട്ടോ. അടുത്തത്, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഗുരജട അപ്പറാവ് കേട്ടോ. ഗുരജട അപ്പറാവാണ് എഴുതിയത്. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ എഴുതിയത് കേട്ടോ. അടുത്തത്, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്പറേഷൻ സിന്ധു ആണ് കേട്ടോ. ഓക്കെ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ സിന്ധു ആണ് കേട്ടോ. അടുത്തത് 21, ഇന്ത്യൻ ഭരണഘടനയും മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഇതിലെന്താണ്? സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം അതിലുള്ളതാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുക എന്നുള്ളത് അതിലുള്ളതാണ്. അടുത്ത, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്നുള്ളതും ആണ് അല്ലേ. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത് 19 സ്വാതന്ത്ര്യത്തിൻ്റെതല്ല അല്ലേ. ഓക്കെ. അടുത്തത്, സോഷ്യലിസം, മതേതരത്വം എന്നീ 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഏത് ഭാഗത്താണ്? ആമുഖത്താണ് അല്ലേ. അടുത്തത്, സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാട് ഇല്ലാത്ത എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം ആണ് അല്ലേ. APJ അബ്ദുൽ കലാം. അടുത്ത, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചേരുംപടി ചേർക്കാൻ ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ 1C ആണ്. യൂണിയൻ ലിസ്റ്റ് സെൻസസ് ആണ് കേട്ടോ. അടുത്ത 2D. അപ്പോൾ എന്താണ്? സംസ്ഥാന ലിസ്റ്റ് എന്താണ്? ജയിലുകളാണ്. സംസ്ഥാന ലിസ്റ്റ് എന്താണ്? ജയിലുകളാണ്. കൺകറൻറ്റ് ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? വനം. അടുത്തത്, അവശിഷ്ടാധികാരമാണ് എന്ത്? സൈബർ നിയമങ്ങൾ കേട്ടോ. എന്താണ്? അവശിഷ്ടാധികാരങ്ങളാണ് സൈബർ നിയമങ്ങൾ. ഓക്കെ അല്ലേ. യൂണിയൻ ലിസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? സെൻസസ്. സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ. കൺകറൻറ്റ് ലിസ്റ്റ് വനം. അവശിഷ്ടാധികാരങ്ങളാണ് എന്ത്? സൈബർ നിയമങ്ങൾ. ഓക്കെ അല്ലേ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? 2ഉം 3ഉം ആണ് തെറ്റ് കേട്ടോ. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയണത്? 2, 3 കേരള സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നത് 1990 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സുകുമാർ സെൻ ആയിരുന്നു. അത് തെറ്റാണ് കേട്ടോ. അടുത്തത് പറയുന്നത്, കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ 26 ഇല്ല കേട്ടോ. ഇത് ക്യാൻസലാണ്. അടുത്തത്, ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? 27C അന്ത്യോദയ അന്നയോജന പദ്ധതി കേട്ടോ. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946 ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. അടുത്തത് നമ്മൾ പറയുന്ന 29, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? തെറ്റാണ്. ഓക്കെ.
അടുത്തത് എന്താണ് 30 MGNREGAയുടെ പൂർണ്ണരൂപം ഏത്? എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ് കേട്ടോ അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അടുത്ത 31 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റായ? 2 തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്? ശരിയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുമ്പ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് 32 രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ്. അടുത്തത് സുരക്ഷാ നയം ഇതിൻ്റെ മുദ്രാവാക്യമാണ്. ഇതില്ല കേട്ടോ, ഇത് ക്യാൻസലാണ്. അടുത്തത് ക്രിസ്പർ-കാസ്9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയല്ല കേട്ടോ. ജീൻ തെറാപ്പി ഉണ്ട്, കാർഷിക വിളകളുടെ മേയപ്പെടുത്തലുണ്ട്, അതേപോലെ ഘോര ചികിത്സ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അടുത്തത് 35 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. എന്താണ് 35? ഏതാണ് ആൻസർ? OPV പോളിയോ ആണ് കേട്ടോ. OPV പോളിയോ ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലോറോ കാർബൺ ആണ് അല്ലേ? CFCS. അടുത്തത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഇതും ക്യാൻസലാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അതെന്ന് പറയുന്നത്. അടുത്തത് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 39 എന്താണ്? A ആണ്. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അടുത്തത് എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? എന്താണ്? അനിയന്ത്രിതമായ ഭക്ഷണശീലം അല്ലേ? അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് അല്ലേ? അടുത്തത് അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? 5.6-ൽ താഴെയാണ് അല്ലേ? ഓക്കെ. അടുത്തത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമമാണ് അല്ലേ? അടുത്തത് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ തരംഗമാണ് കേട്ടോ. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ തരംഗമാണ് കേട്ടോ. ഗാമ. അടുത്തത് ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലം ത്വരണം ജിയുടെ മൂല്യം എത്രയാണെന്നാണ് പറയുന്നത്. എത്രയാണ്? 0 m/s² ആണ് കേട്ടോ. ഭൂമിയുടെ കേന്ദ്രത്തിൽ 0 ആണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR 450 അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ജപ്പാനാണ് കേട്ടോ. ഏതാണ്? ജപ്പാനല്ല, സോറി, ചൈനയാണ് കേട്ടോ. ചൈന. ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈനയാണ്. ഓക്കെ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരിവിൽ മോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ കേട്ടോ. ക്രൂ ഡ്രാഗൺ. ഓക്കെ, അതിലാണ് വന്നത്. അടുത്തത് 47 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു? 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. എത്ര ഗ്രാമാണ്? 3 മോളാണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ CO2ൻ്റെ മോളിക്കുലർ മാസ് കാണാം. അറിയോ നിങ്ങൾക്ക്? CO2ൻ്റെ മോളിക്കുലർ മാസ് കാണാം. 12 + 2 × 16. ഓക്സിജൻ്റെ മാസ് എന്താണ്? 16. അങ്ങനെ അപ്പോൾ എത്ര കിട്ടും? 12 + 32 എത്ര കിട്ടും? 44 കിട്ടും. അപ്പോൾ ഈ 132നെ എന്തുകൊണ്ടായിരിക്കാം? 44 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും കേട്ടോ. അങ്ങനെയാണ് 3 മോളെന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്?
അതിപൂരിത ലായനി കേട്ടോ, അതിപൂരിത ലായനി. അടുത്തത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഏതാണ്? അൾനിക്കോ ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത് വാതകമാണ് വരിക? അസറ്റിലീൻ ആണ് കേട്ടോ വരിക. ഓക്കെ, കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് കാൽസ്യം കാർബൈഡ് ജലവുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അസറ്റിലീൻ പുറത്ത് വരുന്നു കേട്ടോ. അടുത്തത് പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ടൂള് ഏതാണ്? ചാറ്റ് ബോട്ടാണ് കേട്ടോ, ചാറ്റ് ബോട്ട്. ഓക്കെ അല്ലേ? അടുത്തത് 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്. ഏതെല്ലാമാണെന്നാണ് സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? 50 എന്താണ്? ബി ആണല്ലേ, ചരക്ക് കപ്പൽ അസറ്റിലീൻ ആണല്ലേ. 51 പറയുന്നത് സി ആണ് കേട്ടോ ആൻസർ, ആൽഫ ഫോൾഡ് ആണ് കേട്ടോ ആൻസർ. അപ്പോൾ പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതാണെന്ന്? ആൽഫ ഫോൾഡ് ആണ് കേട്ടോ, സോറി, ആൽഫ ഫോൾഡ് ആണ് കേട്ടോ ആൻസർ പറയുന്നത്. അടുത്തത് 52 എന്താ ആൻസർ? എന്താ? 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? 52 എന്താ ആൻസർ എന്നറിയോ? ഡി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 6 1 ഉണ്ട്, 2 ഉണ്ട്, 3, 4, 6 ഇതൊക്കെ ഉണ്ട് കേട്ടോ. മിതുവ നൃത്തം മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ പണിയ നൃത്തമുണ്ട്, പളിയ നൃത്തമുണ്ട്, ഇരുള നൃത്തമുണ്ട്, മംഗലം നൃത്തമുണ്ട്, മല പുലയ ആട്ടം ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ ജേതാക്കൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 1, 2, 3, 4 ഇവരെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് 54 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ചെനാബ് റെയിൽവേ പാലം കേട്ടോ. എന്താണ്? ചെനാബ് റെയിൽവേ പാലമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ആൻസർ. 1 ഡി, 2 സി, 3 ഇ, 4 എ ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ. 1 ഡി നിരീശ്വരനാണ് ആര്? NS മാധവനാണ് നിരീശ്വരൻ എഴുതിയത്. NS മാധവൻ നിരീശ്വരൻ എഴുതി. ഓക്കെ അല്ലേ? 2 സി എസ് ഹരീഷാണ് മീശ എഴുതിയത് അല്ലേ, എസ് ഹരീഷാണ് മീശ എഴുതിയത്. അടുത്തത് ലണ്ടൻ ബത്തേരിയെ കുത്തിനിയകൻ, അതാണ് എഴുതിയത്. അയ്യോ സോറി തെറ്റി ഇങ്ങനെയല്ല. എന്താണ്? നിരീശ്വരൻ എഴുതിയതാണ് ആരെന്ന് പറഞ്ഞാൽ VJ ജെയിംസ്. നിരീശ്വരൻ എഴുതിയതാണ് VJ ജെയിംസ്. ഓക്കെ അല്ലേ? നിരീശ്വരൻ എഴുതിയത് VJ ജെയിംസ്. 1 ഡി അല്ലേ. അടുത്തത് പറഞ്ഞാൽ 2 സി. അപ്പം മീശ എഴുതിയത് എസ് ഹരീഷാണല്ലേ, മീശ എഴുതിയത് എസ് ഹരീഷാണ്. അപ്പം നിരീശ്വരൻ എഴുതിയത് NS മാധവനാണ്. അല്ല, നിരീശ്വരൻ എഴുതിയത് ആരാണെന്നാണ് പറയുന്നത്? നമ്മുടെ VJ ജെയിംസ് ആണ് എഴുതിയത്. അടുത്ത മീശ എഴുതിയത് എസ് ഹരീഷ്. ലണ്ടൻ ബത്തേരിയിലെ കുത്തിനേകനാണ് NS മാധവൻ എഴുതിയത്. സമ്പർക്ക ക്രാന്തി എഴുതിയതാണ് എന്ത്? V ഷീനിലാൽ കേട്ടോ. അടുത്തത് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ചോദിച്ചത്. എന്താണ്? കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം കേട്ടോ, എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിൽ കുറേ ശരിയായ ജോഡികളുടെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ 57 എന്താണ്?
ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ശരിയായ ജോഡി. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് നടക്കുക. അടുത്തത് പുത്തിരി തിരുവപ്പന. എന്താണ് പുത്തിരി തിരുവപ്പന? എവിടെയാണ്? ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പഴശ്ശിനിക്കടവാണ് നടത്തുക. എന്താണ്? പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പഴശ്ശിനിക്കടവാണ് കേട്ടോ നടക്കുക. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പഴശ്ശിനിക്കടവാണ് കേട്ടോ നടക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സി ആണ് ആൻസർ. അപ്പോൾ എന്താണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ് കേട്ടോ. ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ്. അപ്പോൾ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. അടുത്തത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഏതെന്ന് പറയുന്നതെന്നറിയോ? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ കേട്ടോ. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ അല്ലേ? അടുത്തത് താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ലിബറോഫീസ് ഇംപ്രസ് ആണ് കേട്ടോ. ലിബറോഫീസ് ഇംപ്രസ് ആണ് താഴെ പറയുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത്. അപ്പോൾ ബാക്കിയൊക്കെ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഡാഷ് ഒരു സ്വതന്ത്ര വിനിമയ നവം സാമൂഹിക മാധ്യമം ആണ്. ഏതാണത്? ഡയാസ്പൊറ. എന്താണ്? ഡയാസ്പൊറയാണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. ഡയാസ്പൊറ ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ്. അടുത്തത് 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഏതെന്ന് പറയുന്നത്. ഡീപ്പ് സീക്ക്. എന്താണ്? ഡീപ്പ് സീക്ക്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്പ് സീക്ക്. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഏത് നഗരത്തിലാണ്? അമരാവതി. അമരാവതി കേട്ടോ. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതിയാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് 64 വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഏതാണ്? ഒന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ ഓക്കെ പ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ ഏതാണ്? സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഒഴിവാക്കാത്ത വിവരങ്ങൾ കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? 65 എന്താണ് ആൻസർ? ഇല്ല കേട്ടോ, ഇതിന് ആൻസർ കൊടുത്തിട്ടില്ല, ക്യാൻസൽഡ് ആണ്. അടുത്തത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഏതാണ്? എ ആണ് കേട്ടോ, 4 കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 338 കേട്ടോ. അടുത്തത് ഗാർഹിക പീഡന നിയമത്തിലെ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ പറ്റുന്നത്? എല്ലാം ശരിയാണ്, ഇവർക്കെല്ലാം പറ്റും. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം, എല്ലാവർക്കും നൽകാൻ പറ്റും കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം എന്ന് പറയുന്നത് ഏതാണ്? സി, 16 വയസ്സിന് താഴെ. സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനം വിഭാവനം ചെയ്യപ്പെട്ട കുട്ടിയുടെ പ്രായം 18 വയസ്സിന് താഴെ കേട്ടോ, 18 വയസ്സിന് താഴെയാണ്.
അടുത്തത് പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഏതറിയാം? 2 മാത്രം 283 റിപ്പോർട്ട് 283 റിപ്പോർട്ടാണ് കേട്ടോ. അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ S2D രക്ഷകർത്താവ് ആരാന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരുന്നത്? സി, 3 മാത്രമാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം മാത്രം. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയൊക്കെ ഇതിൽ പെടും. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഇനി എന്താ പറയുക, നമ്മൾ മാത്സ് ആണ് കേട്ടോ. മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം കേട്ടോ. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? 81C ആണ് കേട്ടോ ആൻസർ. 81C ആണ് ആൻസർ പറയുന്നത്. 81C ആണ് ആൻസർ കേട്ടോ. ലോഫിങ്. അടുത്തത് ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. എന്താണ്? 82ൻ്റെ ആൻസർ എന്താണ്? എ ആണ്, വിൽ ബൈ കേട്ടോ. ഐ ഹാവ് വിൽ ബൈ അങ്ങനെയാണ് വന്നത്. ഓക്കെ. അടുത്തത് മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. എന്താണ് അവിടെ എന്താവും വരിക? 83C ആണ് വരിക. ഹാസ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years ആണ് വരുന്നത് കേട്ടോ. ഹാസ് ബീൻ ലിവിങ് ആണ് അവിടെ വരിക. അടുത്തത് ദ പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഡാഷ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എന്താണ് വരിക? 84 എന്താണ്? ഡി ആണ് കേട്ടോ. ഓവറാണ് വരിക കേട്ടോ. അവിടെ ഓവറാണ് വരിക. ഓക്കെ. അപ്പം എന്താ? പോയം ടെംപ്റ്റ്സ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നാണ് വരിക കേട്ടോ. അടുത്തത് ഗീവ് എ 1 word സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ലവ്സ് ബുക്സ്. എന്താണ്? അതിനെന്താ നമ്മൾ പറയാം? 85 എന്താ പറയാം? ബിബിലിയോ ഫയൽ കേട്ടോ. ബിബിലിയോ ഫയലാണ് അതിന് പറയാം കേട്ടോ. ഓക്കെ. 86 എ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്. ഏതാണ്? വാക്വത്തിൻ്റെ കറക്റ്റ് വേർഡ് എന്താണ് പറയണത്? സി ആണ് കേട്ടോ. വാക്വം. VACUUM ആണ് കേട്ടോ ആൻസർ. അടുത്തത് വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വൈസ് എ വൈസ് മീൻ. ഏതാണ്? 87 എന്താണ്? ബി ആണ് കേട്ടോ. 87 എന്താണ്? ആൻസർ എന്താണ്? ബി ആണ്. ഇൻ റിലേഷൻ ടു. വൈസ് എ വൈസ് പറഞ്ഞാൽ ഇൻ റിലേഷൻ ടു ആണ് കേട്ടോ. അടുത്തത് ഷീപ്പ് ഫ്ലോക്ക്. ഫിഷ് പറഞ്ഞാൽ എന്താണ് ഇതിൽ? സ്കൂളാണ് കേട്ടോ. ഫിഷ് പറയണത് സ്കൂളാണ് വരിക. ഓക്കെ. അടുത്തെന്താണ്? 89 എന്താണ് ആൻസർ? ഹിസ് ഫാദർ ആസ്ക്ഡ് ഡു യു തിങ്ക് യു നോ ദ ലെസൺ ബെറ്റർ ദാൻ യുവർ ടീച്ചർ. അതിന് നമ്മൾ എന്താണ് ആൻസർ എന്താണെന്നറിയോ? ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ. അതാണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് എക്സ്പാൻഡ് RDX. അത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റോയൽ ഡിമോളിഷൻ എക്സ്പ്ലോസീവ് കേട്ടോ. അതാണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ. നമുക്ക് മലയാളമാണ് കേട്ടോ. ലാസ്റ്റ് മലയാളം. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിച്ചത്. എന്നാൽ മകൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആരാണ്? സ്നുഷ. ആരാണ്? സ്നുഷയാണ് കേട്ടോ. അടുത്തത് വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റ പദം ഏത്? എന്താണ്? വ്യാകരണം പഠിച്ചിട്ടുള്ളവനാണ് എന്തെന്ന് പറയുന്നത്? വൈയാകരണം. എന്താണ്? വൈയാകരണം കേട്ടോ. വ്യാകരണം പഠിച്ചിട്ടുള്ളവനാണ് വൈയാകരണം. ഓക്കെ. അടുത്തത് 93 എന്താണ്? തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ജനകൻ ജാനകി. അതാണ് എന്തെന്ന് പറയണത്? തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ശരിയാണ്. ലേഖൻ, ലേഖിക, ദേവൻ, ദേവി, സ്വാമി, സ്വാമിനിയൊക്കെ ശരിയാണ്. അടുത്തത് കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏത്? 94 എന്താണ്? ഡി ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ബാക്കിയൊക്കെ? അരഗതം, സുവർണകം, കർണികാരം ഒക്കെ കൊന്നമരത്തിൻ്റെ അർത്ഥം വരുന്നതാണ്. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്നത് ശൈലി ഏതാണ്? ഭരതവാക്യം ചൊല്ലുക. ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്ന അർത്ഥമാണ് വരുന്നത് കേട്ടോ.
അടുത്തത് പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ കിട്ടുക? പരാ പ്ലസ് ഉപകാരം. പരോപകാരം എങ്ങനെ എഴുതുക? പരാ പ്ലസ് ഉപകാരം എഴുതിയാൽ പരോപകാരം പിരിച്ചെഴുതിയാൽ കിട്ടും കേട്ടോ. അടുത്തത് അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ബഹിർമുഖൻ. എന്താണ്? ബഹിർമുഖൻ. അടുത്തത് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ ഏതാണ്? ആളറിഞ്ഞ് ദാനം ചെയ്യണം. എന്താണ്? ആളറിഞ്ഞ് ദാനം ചെയ്യണം എന്നാണ് കേട്ടോ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ. അടുത്തത് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ് തെറ്റായ ജോഡി? കപോലം തലയോട്ടിട്ട്, അതാണ് തെറ്റ്. അപ്പോൾ ക്ഷിതി ഭൂമി ശരിയാണ്. രുതിരം ചോര സുരൻ ദേവനൊക്കെ ശരിയാണ്. അടുത്തത് തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ് ശരിയായ വാക്യം? പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. എന്നാൽ പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണെന്നുള്ളതാണ് ഇതിൽ ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ് കേട്ടോ. ഇതേതാണെന്നറിയോ? 102/2025 കേട്ടോ. 102/2025 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയാണ് മാർക്ക് കിട്ടിയത് എന്നൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ഇതില്ല. IPSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? എന്താണ്? ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സംസ്കാരമായിട്ടാണ്? ആസ്ടെക് സംസ്കാരം കേട്ടോ. എന്താണ്? ആസ്ടെക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ കേട്ടോ. ആസ്ടെക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് പറയുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? 1663 കൊച്ചി പിടിച്ചെടുത്തു എന്നുള്ളതാണ് ബന്ധമില്ലാത്ത. അപ്പോൾ ബന്ധമുള്ളത് മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു, കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി, ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു എന്നുള്ളതൊക്കെ അതിൽ പോർച്ചുഗീസുമായി ബന്ധമുള്ളതാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിന് അനുയോജ്യമായവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഡി ആണ് കേട്ടോ. ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? GM ചാറ്റർജി ആണ് ഭാരത് മാതാ സൊസൈറ്റി. എന്താണ്? GM ചാറ്റർജി ആണ് ഭാരത് മാതാ സൊസൈറ്റി ആയിട്ട് വരുന്നത്. അടുത്ത ബരീന്ദ്രനാഥ ഘോഷാണ്. ബരീന്ദ്രനാഥ ഘോഷാണ് എന്തെന്ന് പറയുന്നത്? അനുശീലൻ സമിതി. ബരീന്ദ്രനാഥ ഘോഷാണ് അനുശീലൻ സമിതി. അടുത്തത് പറയണത് ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. എന്താണ്? ചന്ദ്രശേഖർ ആസാദാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അടുത്തത് VD സവർക്കറാണ്. VD സവർക്കറാണ് എന്ത് കൊണ്ടുവന്നത്? അഭിനവ് ഭാരത്. എന്താണ്? അഭിനവ് ഭാരത് ആരാ കൊണ്ടുവന്നത്? നമ്മുടെ VD സവർക്കറാണ് അഭിനവ് ഭാരത് കൊണ്ടുവന്നത് കേട്ടോ. VD സവർക്കറാണ് അഭിനവ് ഭാരത് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ്. 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? കുൻവർ സിംഗ് ആണ് കേട്ടോ. എന്താണ്? കുൻവർ സിംഗ് ആണ് 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? കുൻവർ സിംഗ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരുന്നത്? ആദ്യം വരുന്നത് സന്യാസി കലാപം. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? പഴശ്ശി കലാപം വരും. അത് കഴിഞ്ഞിട്ട് കുറിച്യ ലഹള വരും. അത് കഴിഞ്ഞിട്ട് സാന്താൾ കലാപം വരും കേട്ടോ. അങ്ങനെയാണ് വരിക. അടുത്തത് നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ എ ആണ്. ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന അരുവികൾ ഉണ്ടാകുന്നു. ഉപരിഘട്ടത്തിൻ്റെ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന അരുവികൾ ആകുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ് എന്ത്?
സിന്ധു നദികളുടെ അത് ഇല്ല കേട്ടോ. കിഴക്കൻ പോഷക നദികൾ, അത് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ശരിയായ പ്രസ്താവന? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു കേട്ടോ. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നിത്യഹരിത വനമേഖല കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. എന്താണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം കേട്ടോ. അടുത്തത് ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദയിലാണ് കാണപ്പെടുന്നത്. ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നർമ്മദയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അടുത്തത് ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ്? സെറ്റ്സ ഫ്ലൈ കേട്ടോ. എന്താണ്? സെറ്റ്സെ ഫ്ലൈ ആണ് കേട്ടോ ഇതിന് കാരണമാവുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? കാപ്പി കേട്ടോ. എന്താണ്? കാപ്പിയാണ് കേട്ടോ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പെട്രോളിയാണ് കേട്ടോ. എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പെട്രോളിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് ആണ് കേട്ടോ. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് ആണ് കേട്ടോ. അടുത്തത് പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതാണ്? ഈ ചോദ്യം ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഏത് പദ്ധതിയിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതിൻ്റെ കാലഘട്ടത്തിലാണ് ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് കേട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാമാണ്? സാരഥി പ്രവാഹമാണ് കേട്ടോ. ഡിജിറ്റൽ പദ്ധതികൾ ഏതൊക്കെയാണ്? സാരഥി പ്രവാഹമാണ് കേട്ടോ. അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ഡ്രാഗൺ അല്ലേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അടുത്തത് ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ആരാണ് അംഗം? KA മുഹമ്മദ് ആണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ആരാണ്? KA മുഹമ്മദ് ആണ് കേട്ടോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് കേട്ടോ ഈ നീതികളൊക്കെ കടമെടുത്തത്. സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 നീതികളും കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. അടുത്തത് തുടർച്ചയായി എത്ര വർഷകാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വാപഹരണം? എന്താണ്? പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? എന്താണ്? 7 വർഷം കേട്ടോ. 7 വർഷം. എന്താണ്? തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ്
പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് 7 വർഷം കേട്ടോ. അടുത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? എത്രാമത്തെയാണ്? എല്ലാവർക്കും അറിയുണ്ടാവില്ലേ, 44-ാം ഭേദഗതി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ലോട്ടറി ആണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? ലോട്ടറി ആണ് കേട്ടോ പെടുന്നത്. അടുത്തത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. അടുത്തത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഒന്ന് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്താണ്? ലോകാരോഗ്യ ദിനമായിട്ടുള്ളത് അല്ലേ? ആരോഗ്യം, അതുകൊണ്ട് അതാണ്. അടുത്ത 2D എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ, അതാരാണ്? മനുഷ്യാവകാശ ദിനമായിട്ടുള്ളതാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി. നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ആരുടെയാണ്? ഭൗമദിന പ്രമേയം 2025 കേട്ടോ. നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയം 2025. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗാ ദിനമായിട്ടുള്ളതാണ് കേട്ടോ. യോഗാ ദിനമായിട്ടുള്ളതാണ് തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നുള്ളത് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് എക്സസൈസ് 27ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. അടുത്തത് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ്? ജനങ്ങളുടെ കോടതിയാണ് കേട്ടോ. ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതി? ജനങ്ങളുടെ കോടതി. അടുത്തത് പറയുന്നത് എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നൽകുന്നത്. അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയ കേരളത്തിലെ ജില്ലകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതാണ്? 30D പാലക്കാട്, വയനാട് കേട്ടോ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ പാലക്കാടും വയനാടുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര്? അറിയോ നിങ്ങൾക്ക്? ആരാണ്? VS അച്യുതാനന്ദൻ കേട്ടോ. VS അച്യുതാനന്ദനാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ് കേട്ടോ. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് എന്നാണ് ചോദിച്ചത്. ആരാണെന്നുള്ളതാണ് ചോദിച്ചത്. ആരാണ്? ഷാജഹാനാണ് കേട്ടോ. ആരാണ്? ഷാജഹാനാണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഷാജഹാനാണ് കേട്ടോ. അടുത്തത് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ്? ആനയറയിലാണ് കേട്ടോ. ആനയറ. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ്? ആനയറയിലാണ് കേട്ടോ. കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതാണ്? തൃതീയ ആരോഗ്യ സേവനങ്ങൾ എന്നാണ് ചോദിച്ചത്. സ്ഥാപനങ്ങൾ ഏതാണ്? മെഡിക്കൽ കോളേജുകൾ കേട്ടോ. കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ചോദിച്ചാൽ എന്താണ്? തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ കേട്ടോ. 35 ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. ഓക്കെ.
അടുത്തത് കേരളത്തിലെ സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യമാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യമാനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, എന്താണ്? ക്യാൻസർ ബോധവൽക്കരണം കേട്ടോ. ആരോഗ്യമാനന്ദം എന്നതിലൂടെ ക്യാൻസർ ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ഏത് മൂലമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്? B3 കേട്ടോ. വൈറ്റമിൻ B3 മൂലമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത്. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? മൈറ്റോകോൺട്രിയയാണ് അല്ലേ? മൈറ്റോകോൺട്രിയ അല്ലേ? പവർ ഹൗസ് എന്നൊക്കെ പറയും. അടുത്തത് എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. എംഫിസീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. അടുത്തത് 40. AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? AB -O എല്ലാ ഗ്രൂപ്പുകൾക്കും നൽകുക. അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഗ്രൂപ്പുകൾ അല്ലേ? അതേപോലെ O ഉണ്ട്. O എന്താണ്? എല്ലാവർക്കും കൊടുക്കുക, പക്ഷേ മേടിക്കാൻ പറ്റുന്ന O മാത്രമായിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഏതൊക്കെയാണ്? C 1ഉം 3ഉം ശരിയാണെന്നുള്ളതാണ് ശരിയായ പ്രസ്താവന കേട്ടോ. മന്ത് രോഗത്തിൻ്റെ രോഗകാരിയാണ് വൂച്ചറേറിയ ബാങ്ക്രോഫിറ്റി എന്ന വിരകൾ. എന്താണ്? മന്ത് രോഗത്തിൻ്റെ രോഗകാരികളാണ് വൂച്ചറേറിയ ബാങ്ക്രോഫിറ്റി എന്ന വിരകൾ. മന്ത് രോഗത്തിൻ്റെ രോഗകാരികളാണ് വൂച്ചറേറിയ ബാങ്ക്രോഫിറ്റി എന്ന വിരകളും. പിന്നെന്താണ്? പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത് കേട്ടോ. പ്രായപൂർത്തിയായ മന്ത് വിരകൾ ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പരിണത ബലം 0 ആയ ഗ്രാഫ് ഏതാണ്? പരിണത ബലം 0 ആയ ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചത്. 42 ഏതാണ്? ഇതാണ് കേട്ടോ. 42A ആണ്. പരിണത ബലം 0 ആയ ഗ്രാഫാണ് ദൂരം സമയം ഇങ്ങനെ ഇതായി വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദ തരംഗം അല്ലേ? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗമാണ് ശബ്ദ തരംഗം. അടുത്തത് പറയുന്നത് എന്താ? ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ്? എന്താണ്? ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം 44 എന്താണ് ആൻസർ എന്നറിയോ? D ആണ് ആൻസർ കേട്ടോ. 1.2 m/s² ആണ് കേട്ടോ ആൻസർ എന്ന് പറഞ്ഞാൽ. വസ്തു ലഭിക്കുന്ന ത്വരണം എന്താണ്? 1.2 m/s² ആണ്. അടുത്തത് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് എന്തെന്ന് പറയുന്നത്? ആദിത്യ L1. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൻഡ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണെന്നാണ് ചോദിച്ചത്. 46 എന്താണ്? മാൽവെയർ ആണ് കേട്ടോ. മാൽവെയർ ആണ്. സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? മാൽവെയർ ആണ് കേട്ടോ. അടുത്തിടെ വാർത്തകൾ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? മാൽവെയർ ആണ്. ഓക്കെ, ഒരു ആറ്റത്തിൽ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? KLMN. ഓക്കെ അല്ലേ? അതിൽ KLM അതിൽ 6 ഇലക്ട്രോൺ ആണെങ്കിൽ അപ്പോൾ എത്രയായിരിക്കും? സിമ്പിൾ 16 അല്ലേ? Kയിൽ 2 ഇലക്ട്രോണ്, Lൽ 8 ഇലക്ട്രോണ്, പിന്നെ 6 ഇലക്ട്രോൺ M, അപ്പോൾ 16. ഓക്കെ അല്ലേ? ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 ലിറ്ററായി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണെന്നാണ് ചോദിച്ചത്. 48 B ആണ് കേട്ടോ. 5 ആണ് കേട്ടോ. ഓക്കെ,
മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? 49 ഏതാണ്? കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് കാന്തിക വിഭജനം? മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗം ഉപയോഗിക്കാം? കാന്തിക വിഭജനം ഉപയോഗിക്കാം. അടുത്തത്, കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് എന്തെന്ന് പറയുന്നത്? ഇൽമിനേറ്റ് കേട്ടോ. ഇൽമിനേറ്റ്. കേരളത്തിൽ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതുവാണ് എന്തെന്ന് പറഞ്ഞത്? ഇൽമിനേറ്റ്. ഓക്കെ അല്ലേ? അടുത്തത് 51. താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ആരാണ്? 51 സി, കാൽസ്യം കാർബൈഡ് കേട്ടോ. CaC2 ആണ്. കാൽഷ്യം കാർബൈഡാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് എന്നാണ്? കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മുരളി ചീരോത്ത് കേട്ടോ. മുരളി ചീരോത്താണ് കേരള ലളിതകല അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മുരളി ചീരോത്ത്. അടുത്തത്, 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? 53 ആരാണ്? നവ്ദീപ് സിംഗ് ആണ് കേട്ടോ. നവ്ദീപ് സിംഗ് ആണ് 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവ്ദീപ് സിംഗ് ആണ് കേട്ടോ. 53. അടുത്ത, ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായ ജോഡി ഏതാണ്? തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 കിട്ടിയത് കേട്ടോ. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 കിട്ടിയത്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ശരിയല്ലാത്തത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ശരിയല്ലാത്തത് 2ഉം 4ഉമാണ് ശരിയല്ലാത്തത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ശരിയല്ലാത്ത? വൈകുണ്ഠസ്വാമി ആത്മവിദ്യാസംഘം അല്ല. അതേപോലെ അയ്യങ്കാളി സമത്വ സമാജം അല്ല. എന്താണ് അല്ലേ? വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം. അപ്പോൾ ശരിയായത് കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജമൊക്കെയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലം. രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലം 56 ഏതാണ്? B ആണ്. ഇല്ലിക്കുന്നാണ് കേട്ടോ. ഇല്ലിക്കുന്നാണ് ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്ന സ്ഥലമാണ് ഇല്ലിക്കുന്ന്. ഓക്കെ അല്ലേ? അടുത്തത്, പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ ഉദ്യോഗസ്ഥർ. അപ്പോൾ എന്താണ്? ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്നുള്ളതാണ്? സോഫിയ ഖുറേഷി, ഹിമാൻഷി നർവാൾ, വ്യോമിക സിംഗ്, അശന്യ ദ്വിവേദി. ആരൊക്കെയാണ്? 57 എന്താണ് ആൻസർ എന്നറിയോ? C ആണ് കേട്ടോ. 1ഉം 3ഉം. അപ്പോൾ ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായിരുന്ന വനിതാ സൈനികർ. അടുത്തത് 58 2025 കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? P സതീദേവിയാണ് കേട്ടോ. P സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ. അടുത്ത, ഇ ഗവേണൻസ് എന്നാൽ എന്താണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? 60B പ്രിൻ്ററാണ് കേട്ടോ. താഴെ പറയുന്നത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? പ്രിൻ്ററാണ്.
ഓക്കെ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ലാനിൻ്റെ നിർവചനം? ലാനിൻ്റെ നിർവചനം എന്താണ്? ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ലാൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത, കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. 62 ഏതാണ്? സി. ജോൺ ജെ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ കേട്ടോ. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരാണ് ജോൺ ജെ ഹോപ്പ് ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. അടുത്ത, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 63 ഏതാണ്? വില്ലോ ആണ് കേട്ടോ. 63 വില്ലോ ആണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? വില്ലോ ആണ് കേട്ടോ. 63A. അടുത്തത്, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് കേട്ടോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് കേട്ടോ. അടുത്ത 65 പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 22 കേട്ടോ. സെക്ഷൻ 22. ഓക്കെ അല്ലേ? അടുത്ത, വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് നിയമമാണ്? 66 സി ആണ്. സ്വീഡനാണ് കേട്ടോ. വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയത് ഏത് രാജ്യമാണ്? സ്വീഡനാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം MWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? 67A ആണ്. അധ്യായം 3 പറയുന്നത് കേട്ടോ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം NWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3 ആണ്. ഓക്കെ അല്ലേ? അടുത്തത്, 2025 കബഡി ലോകകപ്പ് വേദി ഏത്? 2025 കബഡി ലോകകപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 68 ഏതാണ്? ബി ആണ് കേട്ടോ. കബഡി ലോകകപ്പ് വേദി 25 ഇംഗ്ലണ്ടാണ്. 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? കന്നഡ എഴുത്തുകാരി ആരെയാണ്? ബാനു മുഷ്താങ്. എന്താണ്? ബാനു മുഷ്താങ് ആണ് കേട്ടോ. 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താങ്. ഓക്കെ, മുഷ്താഖ്. ഓക്കെ. അടുത്തത് എന്താണ്? 70 എന്താണ്? ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇല്ല. അടുത്തത്, യഥാക്രമം ഇത് പിന്നെ നമ്മൾ മാത്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം അല്ലേ? 81 ഇംഗ്ലീഷ് നോക്കാം. 81 എന്താണ്? ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ഗിവൻ ബിലോ. എ ഡാഷ് ഓഫ് സ്റ്റേഴ്സ്. എന്താണ് ആൻസർ? എന്താ വരിക? 81A ആണ് കേട്ടോ. ഫ്ലൈറ്റ് ആണ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ആണ് വരിക. 82, ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ഓക്കെ. ഷീ സെൽഡം ഗോസ് ഔട്ട്. ഷീ സെൽഡം ഗോസ് ഔട്ട് ഡാഷ്. എന്താ വരിക? 82 ഡസ് ഷീ ആണ് വരിക കേട്ടോ. ഡസ് ഷീ ആണ് വരിക. ഓക്കെ. അടുത്തത്, ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജസ്. അപ്പോൾ ആ ഡാഷിൻ്റെ അവിടെ എന്താ വരിക? 83 ബി ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് ആണ് കേട്ടോ. അടുത്തത്, ചേഞ്ച് ദ ഫോളോവിങ് സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് ഫോം. ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ്. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഓക്കെ. അപ്പോൾ 84 എന്താണ് ആൻസർ? എന്താണ്? സി ആണ് കേട്ടോ. സി ആണ്. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. എന്താണ്? ദിസ് പിക്ചർ വന്നു. അത് കഴിഞ്ഞിട്ട് ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ അല്ലേ? അടുത്തത് 85,
ഫിൽ അപ്പ് സ്യൂട്ടബിളി. വൈഡ് മീൻസ് ദ സെയിം as. വൈഡിൻ്റെ മീൻ എന്താണ്? ബ്രോഡ്. വൈഡ് പറഞ്ഞാൽ ബ്രോഡ്, വൈഡായി ചിന്തിക്കുക എന്നൊക്കെ പറയാം. ബ്രോഡ്. ഓക്കെ, ബ്രോഡായി ചിന്തിക്കുക. ഓക്കെ, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോവിങ് സെൻറ്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. നമ്മൾ ക്യാൻസൽ ചെയ്യും. എന്താണ്? വെദർ ഈസ് ബാഡ്. എന്താണ്? കാലാവസ്ഥ മോശമാണെങ്കിൽ നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ക്യാൻസലിൻ്റെ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബാണ് ചോദിച്ചത്. അപ്പോൾ 86 എന്തായിരിക്കും ആൻസർ? എന്താ? കാൾ ഓഫ്. ക്യാൻസൽ പറഞ്ഞാൽ കാൾ ഓഫ് ആണ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോവിങ്. എന്താണ്? 87 ഏതാണ്? ആർഗ്യുമെൻറ്റിൻ്റെ കറക്റ്റ് ഫോം പറഞ്ഞാൽ ARGUMENT ആണ് കേട്ടോ, ആർഗ്യുമെൻറ്റിൻ്റെ കറക്റ്റ്. അടുത്തത് ചേഞ്ച് ദ ഫോളോവിങ് സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ്? ഹി ആസ്ക്ഡ് മീ. അപ്പോൾ എന്തായിരിക്കും 88? സി ആണ് അല്ലേ. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. എന്താണ്? ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ്. അതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് given in bracket. When her mother arrived, Isha dashed the laundry. എന്താണ് അവിടെ വരിക? ഫിനിഷിൻ്റെ അവിടെ എന്ത് വരിക? അറൈവ്ഡ് ഒക്കെ ഉണ്ട്. അപ്പം എന്താ വരിക? ഹാഡ് ഫിനിഷ്ഡ്. എന്താണ്? ഹാഡ് ഫിനിഷ്ഡ് ആണ് വന്നത് കേട്ടോ. ഹാഡ് ഫിനിഷ്ഡ്. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസ് സ്യൂട്ടബിളി. അൺലെസ് യു സ്റ്റഡി വെൽ. അൺലെസ് യു സ്റ്റഡി വെൽ എന്താവും അവിടെ വരിക? യു വിൽ നോട്ട് പാസ്. നീ ശരിക്കും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റില്ല അല്ലേ. അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഓക്കെ അല്ലേ. അടുത്ത് നമ്മൾ നോക്കണം മലയാളമാണ് അല്ലേ. അടിവരയിട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത്? അടിവരയിട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ടേ? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ടേ? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ഓക്കെ, എന്താണ്? എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ഓക്കെ, അടുത്തത് വചനപ്രത്യയമില്ലാത്ത വരി ഏത്? വചനപ്രത്യയമില്ലാത്ത വരി ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമീ മലരു വിസ്തൃതമാകും ഇപ്പോൾ. അതാണ് എന്തെന്ന് പറഞ്ഞാൽ വചനപ്രത്യയമില്ലാത്ത വരി പറയുന്നത്. ഓക്കെ, അത് ശരിയായ പര്യായ പദം ഏത്? ഏതാണ്? അച്ഛൻ ജനയിതാവാണ് ശരിയായ പര്യായ പദം കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? കേരള സർക്കാർ കത്തുകളിലെ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? പ്രേക്ഷകൻ. എന്താണ്? പ്രേക്ഷകനാണ് കേട്ടോ, പ്രേക്ഷകൻ. അടുത്ത പിരിച്ചെഴുതിയതിൽ ശരി ഏതെന്നാണ് ചോദിച്ചത്. ഏത് ശരി? കൺ പ്ലസ് നീർ കണ്ണീർ. കൺ പ്ലസ് നീർ കണ്ണീർ. അടുത്ത ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. 96. ഏതാണ് ശരിയായ വിപരീത പദങ്ങൾ? 1 4. അബദ്ധം സുബദ്ധം ഖണ്ഡനം മണ്ഡനാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ എന്നാണ് ചോദിച്ചത്. 2 3 ആണ്. അപ്പോൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച്, അതേപോലെ പിന്നെന്താ ശരി? തെറ്റായിട്ടുള്ള പിന്നെ അധ്യാപകരും രക്ഷിതാക്കളോടും അതൊക്കെ എന്താണ്? തെറ്റുള്ള ഭാഗങ്ങളാണ് അല്ലേ. ചെലവഴിക്കുന്നതിനെ കുറിച്ച്, അതേപോലെ അധ്യാപകരും രക്ഷിതാക്കളോടും തെറ്റുള്ള ഭാഗമാണ്. അത് താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഏതാണ്? 1 പടി അടച്ചാൽ 9 പടി തുറക്കും. ഐക്കമത്യ മഹാബലം, നാരുകൾ ചേർന്നാൽ കയറാൽ
പാരിൽ കെട്ടുന്നു ദന്തിയെ, ഒരുമയുണ്ടെങ്കിൽ ഒളിക്കമ്പിലും കിടക്കുക. അതൊക്കെ ഒരുമേനെ കുറിച്ച് പറയണ, മറ്റേതാണ് വേറെ ബന്ധമില്ലാത്തത്. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപദമാണ് ഭാഗിനേയൻ? ഏതിൻ്റെയാണ്? സഹോദരിയുടെ മകനാണ് എന്തെന്ന് പറയുന്നത് ഭാഗിനേയൻ കേട്ടോ. വ്യത്യസ്തമായ സമാസമുള്ള പദം ഏത്? മരപ്പൊടി. വ്യത്യസ്തമായ സമാസമുള്ള പദമാണ് എന്തെന്ന് പറയുന്നത് മരപ്പൊടിയുടെ വ്യത്യസ്തമായ സമാസമുള്ള പദമാണ് എന്തെന്ന് പറയുന്നത് മരപ്പൊടി. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്ക് കിട്ടി നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന വേണം. ഓക്കെ. അടുത്തത് 89 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏത് വിഭാഗവുമായിട്ടാണ്? ഡച്ചുകാരുമായിട്ടാണ് അല്ലേ? അടുത്തത് ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോത്സെ തുങ് അല്ലേ? മാവോത്സെ തുങ്ങുമായിട്ടാണ് ലോങ് മാർച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ബ്രിട്ടൻ അല്ലേ? ബ്രിട്ടനാണ് വ്യവസായ വിപ്ലവത്തിന് കാരണമായത്. അടുത്തത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം. അടുത്തത് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? 5 ബ്രസീലാണ് അല്ലേ? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ബ്രസീലാണ് അല്ലേ? അടുത്തത് താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2, 3, 4 കേട്ടോ. താഴെ പറയുന്നതിന് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2, 3, 4. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടി കുറവാണ്. അടുത്തതെന്താണ്? ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. അടുത്തത് സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. എന്നിവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ. ഓക്കെ അല്ലേ? അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ? ഡി ആണ് തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ 1, 2, 3 ഒക്കെ തെറ്റാണ്. ശരിയായത് എന്താണ്? കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമാണ് എന്തെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളത് കേട്ടോ. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? 8 വേലി ബലമാണ് കേട്ടോ. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം വേലി ബലമാണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, തെറ്റായ പ്രസ്താവനകൾ 1, 4 ആണ് തെറ്റായ പ്രസ്താവന. റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ്. റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് എന്നുള്ളതും കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിന് 37% പ്രദേശം വനങ്ങളാണെന്നുള്ളതുമാണ് തെറ്റ് കേട്ടോ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിന് 37% പ്രദേശം വനങ്ങളാണ്. റായ്പൂർ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിന് 37% പ്രദേശം വനങ്ങളാണെന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ ശരിയായത് ഏതാണ്? പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് അല്ലേ? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചന്ദ്രദൗത്യമാണ്? എന്താണ് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ്? സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ്? ബി, ജപ്പാൻ്റെ ആണ് കേട്ടോ. സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ്. അടുത്ത ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൻ്റെ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്?
KN രാജാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജാണ്. ഓക്കെ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? നബാർഡാണ് അല്ലേ. അടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? 5. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 5. ഓക്കെ. അടുത്ത നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്ടോ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. അടുത്ത ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇതെല്ലാമാണ് അല്ലേ. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ധാന്യശേഖരം വർദ്ധിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം അല്ലേ. പിന്നെ ഇതെന്താണ്? ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതൊക്കെയാണ് കേട്ടോ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ. 16. എന്താണ്? ഏതൊക്കെയാണ്? ഇതാണ് കേട്ടോ, ബി ആണ് കേട്ടോ. 1ഉം 3ഉമാണ്. ഭരണഘടന പുനരവലോകനം, അതുപോലെ തന്നെ സ്വതന്ത്ര നീതി ന്യായ സംവിധാനമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് കേട്ടോ. 1ഉം 3ഉമാണ് കടമെടുത്തത്. ഓക്കെ അല്ലേ. അടുത്തത്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഏതാണ്? അനുച്ഛേദം 226. അനുച്ഛേദം 226 അനുച്ഛേദം 226 കേട്ടോ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? ഭേദഗതി 42ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സി, എയും ഡിയും ആണ് കേട്ടോ. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, അത് കഴിഞ്ഞിട്ട് വോട്ട് പാർട്ടിക്കും കേട്ടോ. അതാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, അത് കഴിഞ്ഞിട്ട് എന്താണ്? വോട്ട് പാർട്ടിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. ബാക്കിൽ പാട്ട് കേൾക്കുന്നുണ്ടോ? അതെൻ്റെ അനിയനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻ്റ് അടിക്കാം. അങ്ങനെ വീട്ടിലൊക്കെ പാട്ട് പാടും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? 20 ബി ആണ് കേട്ടോ. 2ഉം 3ഉമാണ്. പൊതുജനാരോഗ്യം അതേപോലെ മൃഗസംരക്ഷണവുമാണ് കേട്ടോ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത്. ഏതൊക്കെയാണ്? പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണവും. അടുത്തത്, നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതാണ്? നിയമനിർമ്മാണ നടപടികളിൽ കമ്മിറ്റി ഘട്ടങ്ങളിൽ പെട്ടത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. നിയമനിർമ്മാണ നടപടികളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതൊക്കെയാണ് ചോദിച്ചത്. 21 എന്താണ്? ഇത് ക്യാൻസലായുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തത്, 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് തീം? എന്താ? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മാതാവ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ് കേട്ടോ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. ഓക്കെ. അടുത്തത്, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആരായിരുന്നു? സി, അച്യുതമേനോനാണ് കേട്ടോ. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവയിൽ ആരായിരുന്നു? സി, അച്യുതമേനോനാണ് കേട്ടോ. അടുത്തത്, കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എന്തൊക്കെയാണ്? 24. ബി ആണ് കേട്ടോ. 11. ഓക്കെ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. ഓക്കെ അല്ലേ. അടുത്തത്, 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരൊക്കെയാണ്? തളിപ്പറമ്പാണ് കേട്ടോ. തളിപ്പറമ്പാണ് 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പാണ്.
അടുത്തത് ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ് കേട്ടോ. ചിറ്റയം ഗോപകുമാറാണ് ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ചിറ്റയം ഗോപകുമാറാണ്. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? വട്ടച്ചൊറിയാണ് കേട്ടോ. അടുത്തത് അടുത്തത് പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനം പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറഞ്ഞാൽ സെറിബെല്ലം അല്ലേ? സെറിബെല്ലം. അടുത്തത് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? 30C മധ്യപ്രദേശാണ് കേട്ടോ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് എന്താവുന്നു? 31B. എന്താണ്? സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു കേട്ടോ. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ഏതാണ്? ടോർക്കാണ് കേട്ടോ. ടോർക്കാണ് ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത്. ടോർക്ക് കേട്ടോ. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്കാണ് കേട്ടോ. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപനിലയുള്ള പദാർത്ഥത്തിൻ്റെ പേര് ഏതാണ്? ജലമാണ് കേട്ടോ. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപനിലയുള്ള പദാർത്ഥത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ജലമാണ് കേട്ടോ. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ്? 34A ആണ് കേട്ടോ. അൾട്രാ വയലറ്റ് മേഖലയാണ് കേട്ടോ. അൾട്രാ വയലറ്റ് മേഖല. ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖലയാണ് അൾട്രാ വയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് 35B ആണ് കേട്ടോ. അരീനിയസ് ആണ് കേട്ടോ. അരീനിയസ് ആണ്. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് അരീനിയസ്. അടുത്തത് കാർബണിൻ്റെ രൂപാന്തരങ്ങളിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപാന്തരം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് കേട്ടോ. ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫൈറ്റ്. അടുത്തത് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതാണ്? 37B ആണ് കേട്ടോ. 1, 3, 4. SL പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിലമ്പൂർ ആയിഷയ്ക്ക് കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത്. 38 എന്താണ്? A ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് എന്തായത് ശരിയായിട്ടുള്ളത്. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സും പിന്നെന്താണ് 4 സൈന നെഹ്വാൾ എന്താണ് പ്ലേയിങ് ടു വിൻ ആണ് കേട്ടോ. സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. അടുത്ത 39 നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി ഏത്? നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി ഏത്? 39 ഏതാണ്? C ആണ് കേട്ടോ. C ആണ്. 1ഉം 3ഉം ആണ് കേട്ടോ. ബുധിനി സാറാ ജോസഫാണ് ബുധിനി എന്ന് പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ P ധർമ്മജൻ ആണ് കേട്ടോ. അടുത്തത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ M കുഞ്ഞാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 40 C ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. എന്തൊക്കെയാണ്? എതിരി എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ഡോക്ടർ M കുഞ്ഞാമനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന എതിരി എന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു കേട്ടോ. അടുത്തത് എന്താ പറയുന്നത്? ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ആരെന്ന് പറയുന്നത്? ഡോക്ടർ M കുഞ്ഞാമൻ. അല്ലേ?
അടുത്തെങ്കിൽ നമ്മളെ മാത്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ 51 ഇത് വരുന്നത്. ഓക്കെ, 51 നോക്കാം. 51 ക്യാൻസലാണ്, അതുകൊണ്ട് ഇതില്ല. അടുത്തത് 52. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണെന്നാണ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചത്. 52 ഏതാണ്? സി ആണ്. ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. BPLകാർ വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് കൊടുക്കണം? എത്ര ദിവസം കൊണ്ടാണ്? 53. ഡി. കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ കാലയളവുണ്ടോ? ഇല്ല. അങ്ങനെ ഫീസ് അടയ്ക്കാൻ കാലയളവൊന്നുമില്ല കേട്ടോ. അടുത്തത് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 3 വർഷമാണ് കേട്ടോ. എന്താണ്? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. അടുത്തത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ടും തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴസംഖ്യ എത്രയാണ്? 55 25,000 രൂപയാണ് കേട്ടോ. ഓക്കെ. അടുത്തത് സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി എന്താണ്? 57. ഏതാണ്? 57A ആണ് കേട്ടോ. 3 വർഷമാണ് കേട്ടോ അല്ലെ കാലാവധി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണിൻ്റെ. അടുത്ത കസ്റ്റഡി മരണങ്ങൾ -മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. 58B ആണ്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം ഓക്കെ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. എന്താണ്? 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് ആണ് കേട്ടോ. അടുത്ത മനുഷ്യാവകാശ ലംഘനമാക്കുന്നതിനായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. 60 എന്താണ്? 1 വർഷം. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഓക്കെ. കേരള സർക്കാർ രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം എവിടെയാണ്? തവനൂരാണ് കേട്ടോ. തവനൂരാണ് സെൻട്രൽ ജയിൽ ഉണ്ടാക്കിയത്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് കാപ്പ നിയമം പ്രകാരം കരുതൽ തടങ്കൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണ്? അപ്പോൾ ഇത് ക്യാൻസലാക്കിയ ക്വസ്റ്റ്യനാണ് കേട്ടോ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? അടുത്ത 64B കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഏതാണ്? 64B ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് കേട്ടോ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേരാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് കറക്ഷണൽ സർവീസസ് ആണ് കേട്ടോ. അടുത്തത് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര എന്നാണ് ചോദിച്ചത്. എത്രയാണ്? 6 വയസ്സാണ് കേട്ടോ. 6 വയസ്സാണ്. അടുത്തത് മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ദൈനംദിന
ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഏതാണ്? ഉത്കണ്ഠ, ആൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനറാണ് കേട്ടോ. ആക്രമോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര് എന്നാണ് ചോദിച്ചത്. ആരാണ്? ബന്ദൂരാണ് കേട്ടോ. ആക്രമോത്സുക നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികനാണ് ബന്ദൂര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത്? ആത്മസംതൃപ്തി. എന്താണ്? ആത്മസംതൃപ്തിയാണ് കേട്ടോ. ഗുരുതരമായ പരിക്കിനെ തുടർന്ന് മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്ന് കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് എന്താണ്? സുവർണ മണിക്കൂർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടിയിലാണ് പെടുന്നത് കേട്ടോ. കാറ്റഗറി ടി. അടുത്തത്, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഏതാണ്? 20 വയസ്സാണ് കേട്ടോ. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത് ആർക്കാണ്? 74D ആണ് കേട്ടോ. എന്നുവെച്ചാൽ 1ഉം 3ഉം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ പിന്നെന്താ പറയുന്നത്? 3 അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അടുത്തത്, കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിങ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂള് ഏതാണെന്നാണ് ചോദിച്ചത്. റൂൾ 19 ആണ് കേട്ടോ. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിങ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 19. ഒരു കോൺട്രാക്റ്റ് കാരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി എത്രയാണെന്ന് ചോദിച്ചു. എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. 6 വർഷം പഴക്കമുള്ളൊരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 2 വർഷമാണ് കേട്ടോ. എന്താണ്? 2 വർഷമാണ് കേട്ടോ. അടുത്ത, മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടതാണ്? മറ്റു റോഡ് ഉപയോക്താക്കളോടും പൊതുജനങ്ങളോടും ഉള്ള ഡ്രൈവറുടെ കടമയാണ് കേട്ടോ. എന്താണ്? ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂള് 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന? പൊതുജനങ്ങളോടും എന്താണ്? മറ്റു റോഡ് ഉപയോക്താക്കളോടുമുള്ള ഡ്രൈവറുടെ കടമയാണ് കേട്ടോ പറയുന്നത്. അടുത്ത 79, പരസ്പരം കടന്നു പോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രത്തിൽ കൂടുതൽ ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? മുകളിൽ പറഞ്ഞവയൊക്കെ ചെയ്യണം കേട്ടോ. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിൻ്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റഡ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കർ വെച്ചിരിക്കണം. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. ഓക്കെ. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1ഉം 4ആണ്. വൈപ്പറും ഇഗ്നിഷനുമാണ് കേട്ടോ. അടുത്തത്, ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം? ഡി ആണ് 1ഉം 4ഉം. മറ്റു റോഡുകൾ ഉപയോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ. അടുത്ത, ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ അല്ലേ? താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ഏത് വാഹനത്തിനാണ്? 83C ആംബുലൻസിനാണ് മുൻഗണന നൽകേണ്ടത് അല്ലേ? താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്
ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ 84D ഇവയെല്ലാമാണ് കേട്ടോ. ജഡ്ജ്മെൻറ്റ്, ആൻറ്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ടൊക്കെ. 85 MSM എന്നാൽ എന്ത്? MSM എന്നാൽ എന്ത്? മിറർ സിഗ്നൽ മാനവർ. എന്താണ്? മിറർ സിഗ്നൽ മാനവർ ആണ് MSM എന്ന് പറഞ്ഞാൽ കേട്ടോ. കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകൾ. ഒരു ചരക്കു വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? മണിക്കൂറിൽ 65 കിലോമീറ്റർ ആണ് കേട്ടോ. കേരളത്തിൽ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? മണിക്കൂറിൽ 65 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്തത്, ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം എത്രയാണ്? ഗ്രോസ് വെഹിക്കിൾ ഭാരം. എന്താണ്? ഗ്രോസ് വെഹിക്കിൾ ഭാരമാണ് കേട്ടോ. ഗ്രോസ് വെഹിക്കിൾ ഭാരമാണ്. അടുത്തത്, റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണം കേട്ടോ. ജംഗ്ഷനിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? ജംഗ്ഷനിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുന്നേ നിർത്തണം കേട്ടോ. അടുത്തത്, പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ രക്ഷകർത്താവ് നൽകേണ്ട പിഴ എത്ര രൂപയാണ്? 90D 25,000 രൂപ നൽകണം കേട്ടോ. ചുവടെയുള്ള വാഹനങ്ങളിൽ തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പേരും മേൽവിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം കേട്ടോ. പേരും മേൽവിലാസവും നൽകണം. അടുത്ത, 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിൽ ഉള്ള യാത്ര. സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം കേട്ടോ. എന്താണ്? സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ വാക്യങ്ങളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചത്. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. ഓക്കെ. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഈ ചെല്ലാൻ മുഖേനയാണ് കേട്ടോ. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഈ ചെല്ലാൻ മുഖേനയാണ്. വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? എയും ബിയും സിയും. പോലീസ് ഓഫീസർ, AMVI, പിന്നെന്താണ്? സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? വിൻഡ് സ്ക്രീനിലാണ് ഫാസ്ടാഗ് പതിക്കേണ്ടത് കേട്ടോ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതാണ്? ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ് ആണ് സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ കേട്ടോ. അടുത്തത്, ഒരു മോട്ടോർ വാഹനത്തിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്ന പരമാവധി ശബ്ദത്തിൻ്റെ നിയന്ത്രണമാണ്. എല്ലാ മോട്ടോർ വാഹനത്തിനും ഇത് ബാധകമാണ് കേട്ടോ. അടുത്തത്, ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷൻ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ, VLTD ഒക്കെ വേണം. 100. ഹസാർഡസ് ഗുഡ്സ് വാഹനങ്ങളിൽ ഗ്ലാസ് ലേബലിൻ്റെ വലിപ്പം എത്രയാവണം? 250 mm². അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാണ് കേട്ടോ. 125/2025 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായ നഗരം ഏതാണ്? റിയോ ഡി ജനീറോ ആണ് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ്? ഡൽഹൌസി പ്രഭുവാണ് അല്ലേ. അടുത്തത്, താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? 3D ആണ് കേട്ടോ. ശരി. അപ്പോൾ 1 ശരി. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണ് ഉണ്ടാക്കിയത്. കേസരി ബാലഗംഗാധര തിലകാണ്. കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ഓക്കെ അല്ലേ. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്?
എന്നാണ് 1949 ഒക്ടോബർ 1-നാണ്. 1949 ഒക്ടോബർ 1-നാണ് ജനകീയ ചൈന നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഏതൊക്കെയാണ്? 2, 3 ശരിയായത് കേട്ടോ. ഏതൊക്കെയാണ്? അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. ആര്? മാർത്താണ്ഡവർമ്മ. അത് കഴിഞ്ഞിട്ട് എന്താണ്? പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതി രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മയാണ്. താഴെ പറയുന്നതിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ശരിയായത് എല്ലാം ശരിയാണ്. ഈ കൃതി 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. ഓക്കെ അല്ലേ? അടുത്തത്, ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങളിൽ വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? പ്രാഥമിക തരംഗം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ഇതിലേത് തരംഗമാണ്? പ്രാഥമിക തരംഗമാണ് അല്ലേ? പ്രാഥമിക തരംഗമാണ് കേട്ടോ. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി ഏതെന്ന് കണ്ടെത്തുക. നർമ്മദ, കാവേരി, പെരിയാർ, മഹാനദി. ഏതാണ്? 8 D ആണ് കേട്ടോ. കാവേരി മഹാനദിയാണ് ഉണ്ടാക്കുന്നത്? ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, 1:50,000 സ്കെയിലിലുള്ള ഒരു ട്രോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 1 കിലോമീറ്ററാണ് കേട്ടോ. 1:50,000 സ്കെയിലിലുള്ള ഒരു ട്രോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? 1 കിലോമീറ്ററാണ്. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത NW2 ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? സാദിയ മുതൽ ദുബ്രി വരെ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഏത് ജില്ലയാണ്? പത്തനംതിട്ടയാണ് കേട്ടോ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? C ആണ്. 1, 2 കേട്ടോ. IBRDയും IMFും ആണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? 1980-കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഏത്? 14 B ആണ് കേട്ടോ. 1 മാത്രമാണ് കേട്ടോ. വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ് കേട്ടോ. 1980-കളിലെ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം എന്താണ്? വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ് കേട്ടോ. അടുത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? ഏത് സംസ്ഥാനങ്ങൾക്കാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കേട്ടോ. അടുത്തത്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് ആൻസർ. 16 C ആണ് ആൻസർ. അപ്പോൾ ആധുനികവൽക്കരണമാണ് എന്തെന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യ. അടുത്തത്, സ്വാശ്രയത്വം ഇറക്കുമതി ബദൽ ചെയ്തത്. സമത്വം പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. ഓക്കെ, ഇതാണ് കേട്ടോ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. ഏതൊക്കെയാണ്? 1, 3, 4 HYV വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആര്? സുമൻ ബറി. ഓക്കെ,
ആഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 19D 50% കേട്ടോ. 50%. ആഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 19D ആണ്. 20 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ് കേട്ടോ. താഴെ പറയുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? 1ഉം 2ഉം ശരി. രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ പോലെ സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം നടത്തുവാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 22D ആണ് കേട്ടോ. കേന്ദ്ര പാർലമെൻറ്റിനാണ് സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ഉള്ളത്. അടുത്തത് ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവിടെ ഡാഷിൻ്റെ അവിടെ എന്താണ് വരിക? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു അല്ലേ. അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ് കേട്ടോ. അടുത്തത് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ആവശ്യമാകുന്ന പദ്ധതിയുടെ പേര് എന്തെന്നാണ് ചോദിച്ചത്. ഏതാണ്? നിഴൽ പദ്ധതി കേട്ടോ. ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് പോലീസ് സഹായം ആവശ്യമാകുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതിൽ 28C ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണ്? സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സിവിൽ സർവീസ്. സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാറാണ് കേട്ടോ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 അല്ലേ. അടുത്ത കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് അല്ലേ. മുഖ്യമന്ത്രി. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 32B വയോജനം സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ദഹാസം പദ്ധതി വയോജനം സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ് കേട്ടോ. സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ചിക്കൻ ബോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസ് ഏതാണ്? ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കേട്ടോ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കോൺ കോശങ്ങൾ കേട്ടോ. കോൺ കോശങ്ങൾ. ഓക്കെ. അടുത്തത് ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്? 36B ആൽഡോസ്റ്റിറോൺ ആണ് ഉപ്പ് നിലനിർത്തുന്ന ഹോർമോൺ കേട്ടോ. അടുത്തത് രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ഏതാണ്? ത്രോംബോസൈറ്റ്സ് കേട്ടോ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN ആണ് കേട്ടോ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണ്? 39
എഡ്വേർഡ് വിൽസൺ ആണ് കേട്ടോ. എഡ്വേർഡ് വിൽസൺ ആണ്. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത്? മോസ്ക്യുറിക്സ് ആണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നതിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതെന്നാണ് ചോദിച്ചത്. വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതാണ്? ബെറിബറി ആണ് കേട്ടോ. വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗമാണ് ബെറിബറി എന്ന് പറയുന്നത്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണനാണ്. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60ാം വാർഷികമാണ് കേട്ടോ. 60ാം വാർഷികമാണ്. അടുത്തത് അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഗ്രോമീറ്റർ കേട്ടോ. ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ് കേട്ടോ. ഇൻഫ്രാറെഡ് രശ്മികളാണ് രാത്രി കാഴ്ച ഉപകരണം പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് 46. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചെലവഴിക്കപ്പെട്ട പവർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? 8 വാട്ടാണ് കേട്ടോ. അടുത്തത് ആറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ? അതിൽ 7 B ആണ് കേട്ടോ. റുബീഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, പിന്നെന്താണ്? ജെർമേനിയം, സെലീനിയം ആണ് കേട്ടോ. അടുത്തത് ലൗറി ബ്രോൺസ്റ്റഡ് തത്വം അനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ആസിഡ് H+ ദാതാവ്, ബേസ് H+ സ്വീകർത്താവാണ് കേട്ടോ. അടുത്തത് സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? എന്താ സംഭവിക്കുന്നത്? 1ഉം 3ഉം ആണ് സംഭവിക്കുന്നത്. ജലത്തിൻ്റെ തിളനില കൂടുന്നു. പിന്നെന്താണ്? ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ. എന്താണ്? ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാകുന്നു കേട്ടോ. ഓട്ടോക്ലേവിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതലാകുന്നു. ഓക്കെ അല്ലേ? അടുത്തത് ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായി ഹൈഡ്രജൻ ഊർജത്തിൻ്റെ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനിയാണ് കേട്ടോ. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഹൈദരാബാദാണ് കേട്ടോ. ഹൈദരാബാദാണ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദാണ്. അത് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? 52 C ആണ്. 1ഉം 2ഉം 4ഉം ആണ്. ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം ഹിമാലയാണ് എന്ത് കൃതികൾ? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ കേട്ടോ. അടുത്ത 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ശ്രീജേഷ് PR ആണ് കേട്ടോ. ഓക്കെ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഏത് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളായാണ് കോരനും ചിരുതയും ചാത്തനും? കോരനും ചിരുതയും ചാത്തനും ഏതിലാണ് ഉള്ളത്? നമ്പർ 4 രണ്ടിടങ്ങളിലാണ് കോരനും ചിരുതയും ചാത്തനും ഉള്ളത് കേട്ടോ. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? 1 D ആണ്. 2 A. 1 D 1 D മിഴാവ്, കൂടിയാട്ടം മിഴാവ്. 2 A തോൽപ്പാവ കൂത്ത്, 7 പറ. അടുത്തത് 3 B പടയണി തപ്പ്. അടുത്തത് 4 C കുമ്മാട്ടിക്കളി ഓണവില്ല്. ഓക്കെ അല്ലേ? അടുത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് ആരെന്ന് പറയുന്നത്? അമൻ സെഹ്റാവത്ത് കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവാണ് കേട്ടോ.
അടുത്തത് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഈ വരികൾ ആരുടേതാണ്? കുമാരനാശാൻ്റെയാണ് ഈ വരികൾ കേട്ടോ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 58 എന്താണ്? ഡി ആണ്. മച്ചാട്ട് മാമാങ്കം മലപ്പുറം ജില്ല. അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ചിനക്കത്തൂർ പൂരം പാലക്കാട് ജില്ല, ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ല, അത്തച്ചമയം എറണാകുളം ജില്ല. ഓക്കെ. അടുത്തത് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? RJ45 ആണ് കേട്ടോ. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? RJ45. താഴെ തന്നിരിക്കുന്നതിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ഇതിലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 60 ഏതാണ്? 60D ഫയർസില്ലയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നത് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഫയർസില്ല. ഓക്കെ അല്ലേ? താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണ ശേഷിയുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണ ശേഷിയുടെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് കുറഞ്ഞ ശേഷിയിൽ നിന്ന് കൂടുതൽ ശേഷിയിലേക്ക് ആക്കിയത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏതാണ്? റാം, ക്യാഷ്, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക്. റാം, ക്യാഷ്, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക് കേട്ടോ. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ് നൽകിയത്? കൈറ്റാണ് അല്ലേ? കൈറ്റാണ് നൽകിയത്. അടുത്തത് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉള്ളൊഴുക്കിനാണ് കേട്ടോ കിട്ടിയത്. മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത് എന്താണ്? മുഖ്യ കമ്മീഷൻ, പരമാവധി 10 കമ്മീഷണർമാർ കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ കമ്മീഷണർ ഉണ്ടാവും, പരമാവധി 10 കമ്മീഷണർമാരുണ്ടാവും കേട്ടോ. അടുത്തത് 65. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ ഗവർണറാണ് കേട്ടോ നിയമിക്കുന്നത്. അടുത്തത് പോസ്കോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? ലിംഗ നിരപേക്ഷ കേട്ടോ. ലിംഗനിരപേക്ഷമായിട്ടുള്ളൊരു നിയമമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ. പോസ്കോ നിയമം 66C ആണ് കേട്ടോ ആൻസർ. അടുത്തത് പോസ്കോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തീരുമാനമാക്കണം. അടുത്ത NHRC അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. അത് തന്നില്ല കേട്ടോ. അത് തെറ്റാണ്. PSC ക്യാൻസലാക്കിയിട്ടുണ്ട്. അടുത്തത് PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? സെഷൻ കോടതിക്കാണ് കൊടുക്കണം കേട്ടോ. സെഷൻസ് കോടതിക്കാണ് PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് സെഷൻസ് കോടതിക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 CPA 2019 പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ്? 50 ലക്ഷം രൂപ വരെ കേട്ടോ. 50 ലക്ഷം വരെയാണ് എന്തെന്ന് പറയുക ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാരം ബാധകമാകുന്നത് എത്ര രൂപ വരെയുള്ള പരാതികളിലേക്കാണ്? 50 ലക്ഷം വരെ കേട്ടോ. പിന്നെ മാത്സ് ആണ്. അടുത്ത് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം അല്ലേ. അടുത്ത് ഇംഗ്ലീഷാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്? ഓക്കെ. ഏതാണ് ഇതിൽ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്? ഏതാണ്? സാഡാണ് കേട്ടോ. അടുത്തത് ചേഞ്ച് ദ സെൻറ്റൻസ് ഐ നോ ഹിം ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിലേതായിരിക്കും? സാഡാണല്ലേ. അതേപോലെ തന്നെ ഹീസ് നോൺ ടു മീ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. 82B ആണ് ആൻസർ. അടുത്തത് ഹീ ക്ലൈംബഡ് ഡാഷ് ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ. ഹീ ക്ലൈംബഡ് ഡാഷ് ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ റീജിയൻ. അപ്പോൾ അവിടെ എന്താ വരിക? ഇപ്പം 3C ആണ് കേട്ടോ.
അപ്പോൾ ഹീ ക്ലൈംബഡ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ റീജിയൻ കേട്ടോ. അടുത്ത വിച്ച് സെൻറ്റൻസ് യൂസസ് ഈ ജെറൻഡ് കറക്റ്റ്ലി കേട്ടോ. ഏതാണ് 84? എന്താണ് ആൻസർ? എന്താ? ഹീ സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക് കേട്ടോ. ഹീ സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വാക്ക്. ഓക്കെ. ഹീ ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ. അപ്പോൾ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും വരിക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് വരിക? ബി ആണ് കേട്ടോ. ഹാഡ് ഹീ ആണ് കേട്ടോ വരിക. എന്താണ് ബ്രഞ്ച്? ബി ആണ്. ഹീ ഹാഡ് ഹാർഡ്ലി ഫിനിഷ്ഡ് ദ മീൽ. ഹാഡ് ഹീ എന്നാണ് വരിക കേട്ടോ. ദ ആൻറ്റോണിം ഓഫ് മെലഞ്ചോളി. അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല കേട്ടോ. മെലഞ്ചോളി തന്നെയാവും. മെലഞ്ചോളി ഈസ് ഏതാണെന്നുള്ളതാണ് ചോദിക്കുക. അതിൻ്റെ ആൻറ്റോണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? സി, ജോയ് ആണ് കേട്ടോ. മെലഞ്ചോളിൻ്റെ ഓപ്പോസിറ്റ് ജോയ് ആണ് കേട്ടോ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടുക്ക് എ യുനാനിയമസ് ഡിസിഷൻ. ഓക്കെ, യുനാനിമസ് ഡിസിഷൻ ഏതാണ് അതിൽ വരിക? അവിടെ ഡാഷിൻ്റെ അവിടെ എന്താ വരിക? 87 ഡി ആണ് കേട്ടോ. ബെഞ്ച്. എ ബെഞ്ച് ഓഫ് ജഡ്ജസ് ആണ് വരിക കേട്ടോ. അടുത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലഡ് വേർഡ്. അപ്പോൾ റെഫറൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത് കേട്ടോ. റെഫറൻസ് ഇതാണ് കേട്ടോ, റെഫറൻസിൻ്റെ സ്പെല്ലിങ്. അടുത്തത് വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. അപ്പോൾ അതെന്താണ്? നോവിസ് ആണ് കേട്ടോ. നോവൈസ്. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി ആണ് നോവിസ്. ഓക്കെ. അടുത്തത് വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ? എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? ടു റിവീൽ സീക്രട്ട് കെയർലെസ്ലി. ഓക്കെ, സീക്രട്ട് കെയർലെസ്ലി റിവീൽ ചെയ്യാം. ഓക്കെ. അടുത്തത് കൂട്ടത്തിൽ പെടാത്ത. ഇനി നമ്മൾ മലയാളമാണ് നോക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബന്ധുരാണ് കേട്ടോ. കനകം, കാഞ്ചനം, ഹേമം. ബന്ധുരാണ് കൂട്ടത്തിൽ പെടാത്തത്. ചന്ദ്രഹാസം മിളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കോപിക്കുക കേട്ടോ. ചന്ദ്രഹാസം ഇളക്കുക എന്ന് പറഞ്ഞാൽ കോപിക്കുക. അതാണ് എന്തെന്ന് പറയണത്, അതിൻ്റെ ശൈലീൻ്റെ അർത്ഥം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഹരിശ്ചന്ദ്രനാണോ ശരിയായ പദം. അടുത്തത് അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? 94 ബി ആണ് കേട്ടോ. ഊപ്പാട്. അടുത്തത് പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? 95 സി ആണ് കേട്ടോ. പൂജക ബഹുവചനത്തിലാണ് പെടുന്നത്. ഗാഠം എന്ന പദത്തിൻ്റെ വിപരീതം എന്തായിരിക്കും? ഗാഠത്തിൻ്റെ വിപരീതം എന്തായിരിക്കും? ശിഥിലാണ് കേട്ടോ. അടുത്തത് ചിതാഘോഷം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് വരിക? 97 ബി. ചിത് പ്ലസ് ആകാശം. ചിതാകാശം, ചിത് പ്ലസ് ആകാശമാണ് വരിക. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? സ്നുഷ. അടുത്തത് ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം ഏതാണ്? സംശയാസ്പദം. ഓക്കെ. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിൻ്റെ ചേരുന്ന അർത്ഥം എന്തായിരിക്കും? തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യന്? ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെയൊക്കെ കണ്ട് എന്താക്കട്ടോ, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി ചെയ്യുക. 10th പ്രിലിംസ് ആയി, അതേപോലെ തന്നെ നമ്മുടെ LPUP, അതേപോലെ VFA, LDC, LGS ഒക്കെ വരും വർഷങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്. പിന്നെ കുറേ നോയ്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ? എന്താ വെച്ചെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വലിയ വീഡിയോ ആണ്, എല്ലാവരും കാണുക കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.